നിങ്ങളെ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായ ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് ഒരു സുഹൃത്തെങ്കിലും നിങ്ങളുടെ ദുഃഖങ്ങളിൽ, നിങ്ങളുടെ ടെൻഷനുകളിൽ ഒക്കെ ഒന്ന് വിളിച്ചിട്ട് സാരമില്ല, കുഴപ്പമില്ല എന്ന് പറയാൻ അഷുറൻസ് നൽകുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് ജീവിതത്തിൽ ഉണ്ടാവണം. അതൊരു മെൻറ്ററാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുനാഥനാവാം, ആരുമാകാം. പക്ഷേ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ തീവ്രമായ ദുഃഖങ്ങളിൽ നിങ്ങളോടൊപ്പം ഇടപഴകുന്ന, നിങ്ങളുടെ സന്താപങ്ങളിലും സന്തോഷങ്ങളിലും ഒരുപാട് ഇടപെടും. ചില ആൾക്കാർ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്കൊരു പോരായ്മയോ കുറവോ ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നവരാണ് കൂടുതൽ ആൾക്കാർ. നമുക്ക് അവരുടെ ഒരു യഥാർത്ഥ സുഹൃത്തിനെ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ ഉയർച്ച താഴ്ചകളിലല്ല. നമുക്ക് പൈസ ഉള്ളപ്പോഴും പൈസ ഇല്ലാത്തപ്പോഴും ഒക്കെ അവർ നമ്മുടെ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. അങ്ങനെയുള്ളവർ കുറച്ച് ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾക്കൊരു രോഗാവസ്ഥ വന്ന് നിങ്ങളൊന്ന് ആശുപത്രി കടന്നു നോക്കുക, അപ്പോഴത്തേക്ക് അറിയാം യഥാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് തേടി വരികയോ ഒന്നും ചെയ്യാത്തവരാണ് കൂടുതൽ ആൾക്കാർ. നമ്മൾ അങ്ങോട്ടും ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. പക്ഷേ എന്നാലും നമ്മളെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുതൽക്കൂട്ടായിട്ട് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ പെട്ടെന്നൊരു ഫോൺ കോൾ വിളിച്ചാൽ തിരക്കുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അനുസരിക്കാനും നമ്മളെ കേൾക്കാനും ഒന്നുമില്ലല്ലോ സാരമില്ല പോട്ടെ കുഴപ്പമില്ല എന്ന് നമ്മളെ ആശ്വസിപ്പിക്കാനും ഉള്ളൊരു സുഹൃത്തെന്ന് പറയുന്നത് ഒരു വൻബലമാണ്. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ 1-2 സുഹൃത്തുക്കളുടെയൊക്കെ മുഖം എൻ്റെ മുമ്പിൽ വരുന്നുണ്ട്. ഞാൻ ആദ്യം ഫോൺ കോൾ എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ വിളിക്കുന്നവരാണ്. അവർ മറ്റേ തിരക്കിൽ അവർ ബിസി ആണെങ്കിലും അവർ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞാലും അവർ കുറച്ച് നേരം നമ്മളെ കേൾക്കും. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തിട്ട് അവർ പോവുകയില്ല. അങ്ങനെയുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏത് മനുഷ്യനായാലും പ്രതിസന്ധികളിലും ഒക്കെ തളർന്നു പോകുന്ന അവസരങ്ങൾ അവർക്ക് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന അവസരങ്ങളുണ്ട്. ആരും ഒറ്റയ്ക്ക് അങ്ങനെ നിൽക്കാനൊന്നും കഴിയുന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സുഹൃത്തിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ബലമാണ്. അവർക്ക് ചിലപ്പോൾ നമ്മളോടൊപ്പം പൈസയ്ക്ക് വേണ്ടി കൂട്ടുന്നവരോ നമ്മുടെ അധികാരം കണ്ടു കൂട്ടുന്നവരോ ഒന്നും അല്ലായിരിക്കും അവർ. പലപ്പോഴും നമ്മൾ അധികാരങ്ങൾ കണ്ടുട്ടുന്നവർ അധികാരം പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് പോകുന്ന കാണാം. പിന്നെ അവർ വഴി വെച്ച് കണ്ടാൽ അറിയത്തു പോലുമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പലപ്പോഴും റിട്ടയർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനെ പിന്നീട് ഒരു വഴി വെച്ച് കണ്ടാൽ അയാളെ കാണാതെ പോകാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരൊക്കെയാണ് കൂടുതൽ സമൂഹത്തിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമുക്ക് കാണാവുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുള്ള പ്ലഷറബിളായിട്ട് നമുക്ക് അവരുടെ കമ്പനി ഒരു പോസിറ്റീവ് എൻകറേജ്മെൻറ്റ് നൽകുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അവരോട് സംസാരിക്കുമ്പോൾ നമുക്കൊരു എൻകറേജ്മെൻറ്റും അവർ നമ്മുടെ ജീവിതത്തെ എൻകറേജ് ചെയ്യുന്നവരും വളരെയധികം നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്നവരും നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അവർ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ഒരു സുഹൃത്തുക്കൾ ഉള്ളവർ ഭാഗ്യവാന്മാരെന്നാണ് പറയാനുള്ളത്. പക്ഷേ അങ്ങനെയുള്ള സുഹൃത്തുക്കളില്ല. ഒരുപാട് സുഹൃത്തുക്കളുടെ എണ്ണം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ കാലത്ത് കൂടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വെളിപ്പുറത്ത് വരുന്ന ഒരു സുഹൃത്തുണ്ട്. അതിൽ ഓരോരുത്തരും ഈ നമ്മൾ ടെക്നോളജിക്കൽ യൂത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ആവശ്യങ്ങളിൽ നമ്മളോടൊപ്പം ഒരു ദിവസമെങ്കിലും ചെലവഴിക്കാൻ കഴിയുന്നത് അങ്ങനൊരു സുഹൃത്തിനെ ഉണ്ടാക്കാൻ നിങ്ങൾ